ചൈൽഡ് കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദ്യത്തെ ആൾക്ക് കിട്ടിയിരുന്ന പ്രിഫറൻസുകളോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ആൾക്ക് കിട്ടിയിരുന്ന പ്രിഫറൻസോ അത്രയ്ക്ക് തന്നെ കിട്ടാത്ത കുറേ വ്യക്തികൾ അവരാണ് ഈ മിഡിൽ ചൈൽഡ് വരുന്നത്. മുകളിലൊരു കുട്ടിയുണ്ട്, താഴെ ഒരു കുട്ടിയുണ്ട്. നടുവിൽ ഉള്ള കുട്ടിയുടെ പ്രത്യേകതകളെയാണ് സൈക്കോളജിയിൽ മിഡിൽ ചൈൽഡ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ സ്റ്റഡീസിലൊക്കെ 90s സ്റ്റഡീസിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണിക്കുന്ന കുട്ടികൾക്ക് പിന്നീട് ഫസ്റ്റ് ബോണിനെ അപേക്ഷിച്ച് ഈ കുട്ടികൾക്ക് കുറേ ആൻസൈറ്റി ഡിപ്രഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. മിഡിൽ ചൈൽഡ് സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫാമിലിയിൽ 5 കുട്ടികളുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടിയെ നമ്മൾ വിളിക്കും ഫസ്റ്റ് ബോൺ, ലാസ്റ്റത്തെ കുട്ടിയെ നമ്മൾ വിളിക്കും ലാസ്റ്റ് ബോൺ. അപ്പം അതിനിടയ്ക്കുള്ള എത്ര കുട്ടികളുണ്ടോ അവരെല്ലാം മിഡിൽ ചൈൽഡ് വരും. ഇപ്പോൾ ഫസ്റ്റ് ബോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അവർ കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവരായിരിക്കും, അവർ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കും, അങ്ങനെ ഒരു ടെൻഡൻസി കാണും. ലാസ്റ്റ് ബോണിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വീട്ടിൽ ചിന്തിക്കുക ഏറ്റവും അവസാനത്തെ കുട്ടി ഒരു ബേബി ഫിഗർ, കുറച്ച് പാമ്പേർഡ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ മിഡിൽ ചൈൽഡ് വരുന്നവരുടെ ഒരു പ്രത്യേകതയാണ് നോക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഇടയ്ക്കുള്ള കുട്ടികളെല്ലാം ഭയങ്കര കോംപ്രമൈസ്ഡ് ആയിരിക്കും. കോംപ്രമൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കാര്യത്തിനും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറാണ്. ഒരു ഗ്രൂപ്പിലൊക്കെ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അവർ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ ഗ്രൂപ്പിൽ നിൽക്കും. ആദ്യത്തെ കുട്ടിക്കുള്ളതുപോലെ എനിക്ക് അവിടെ വില കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ലാസ്റ്റത്തെ കുട്ടികൾക്ക് വേണ്ട കൺസിഡറേഷൻ പോലെ ആ കുട്ടിക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ അത് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർ ഏത് ഗ്രൂപ്പിലും ഫിറ്റ് ആവുന്ന ആൾക്കാരാണ് മിഡിൽ ചൈൽഡ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത അവരുടെ നോക്കുവാണെങ്കിൽ അവർ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ചെറുപ്പത്തിൽ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുക ചെയ്യുക. കാരണം അവർക്ക് ഈ വേണ്ട പരിഗണനകളോ ഒന്നും കിട്ടാതെ വരുന്നവരാ എപ്പോഴും ഇഗ്നോറൻസ് അല്ലെങ്കിൽ നെഗ്ലിജൻസ് അങ്ങനെയൊക്കെ കിട്ടി വരുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും ഒരു സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും അവരുണ്ടാവുന്നത്. വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര പീസ് മേക്കേഴ്സ് ആയിരിക്കും. അവർക്ക് എപ്പോഴും ഒരു പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവരതിന് എല്ലാം നെഗോഷിയേറ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് സോൾവ് ചെയ്ത് പോകുന്ന തരത്തിലുള്ളവരാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ. ഇതൊക്കെയാണ് അവരുടെ കുറേ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. ചില സമയങ്ങളിൽ അവർക്ക് ഒരു അറ്റൻഷന് വേണ്ടി അവർ ആക്ട് ഔട്ട് ചെയ്യുന്ന ഒരു രീതി കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു വേണ്ട പരിഗണന വീട്ടിൽ കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള ഒരു സമയം കിട്ടുമ്പോൾ അവരൊരു പൊട്ടിത്തെറി നടക്കും. ആ പൊട്ടിത്തെറിയിൽ അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അവർ വിളിച്ച് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം ഈ ഒരു കുറേ പ്രത്യേകതകൾ കാണിക്കുന്നവരാണ് മിഡിൽ ചൈൽഡുകൾ. പക്ഷേ ഇതൊരു സിൻഡ്രോം ആണോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റഡീസിലൊക്കെ 90s സ്റ്റഡീസിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണിക്കുന്ന കുട്ടികൾക്ക് പിന്നീട് ഫസ്റ്റ് ബോണിനെ അപേക്ഷിച്ച് ഈ കുട്ടികൾക്ക് കുറേ ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇവർക്ക് അനുഭവിക്കുന്ന നെഗ്ലിജൻസ് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഇഗ്നോറൻസ്, ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ആണെങ്കിലും അഡോളസൻസ് അഡൾട്ട്ഹുഡ് എന്തും ആവട്ടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കാം. ഇതിലൊരു പ്രധാന റോൾ വഹിക്കുന്നത് പേരൻസ് തന്നെയാണ്. പേരൻസ് മൂത്തയാളെയും അവസാനത്തെ ആളെയും ചേർത്ത് നിർത്തുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെയും ചേർത്ത് നിർത്താൻ ശ്രമിക്കണം. അവർക്ക് വേണ്ട പരിഗണനകൾ, അവരെന്തെങ്കിലും നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട രീതി അൺകണ്ടീഷണലായിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യണം. അവർക്ക് പ്രൈസ് കൊടുക്കണം, അതുപോലെ മോട്ടിവേഷൻ കൊടുക്കണം, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം, അവരെ ചേർത്ത് നിർത്തണം. അങ്ങനെ ചേർത്ത് നിർത്തുവാണെങ്കിൽ തന്നെ ഇവര് താഴെയും മുകളിലുമുള്ള ഫസ്റ്റ് ബോണും ലാസ്റ്റ് ബോണുമായിട്ടുള്ള കുട്ടികൾ എങ്ങനെ ഉയരുന്നു അതിനൊപ്പം തന്നെ ഇവർക്കും ഉയരാൻ പറ്റും. എന്നിട്ടും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അവർക്ക് വേണ്ട സപ്പോർട്ട് പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് എത്താവുന്നിടത്തോളം ഒരു ഉയർച്ചയിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും അവർക്ക് വീട്ടിൽ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വീട്ടിൽ പറ്റിയില്ലോ
അതുകൊണ്ട് അവരുടെ സെൽഫ് എസ്റ്റീമും ലാക്ക് ഓഫ് കോൺഫിഡൻസും എന്തൊക്കെ ഉണ്ടായോ അതെല്ലാം അവർ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ടീച്ചേഴ്സിൻ്റെ അടുത്തും അവരുടെ വർക്ക് പ്ലേസിലൊക്കെയാണ്. അപ്പം അത് അവർക്ക് സാധിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്ററും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് അലീന. എനിക്കൊരു മൂത്ത ചേച്ചിയും ഒരു അനിയനും ഉണ്ട്. വീട്ടിലെ മിഡിൽ ചൈൽഡ് ഞാനാണ്. സോ മിഡിൽ ചൈൽഡ് എന്നുള്ള രീതിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ അങ്ങനെ കുറേ ഒന്നും ഉണ്ടായിട്ടില്ല. ബട്ട് കുറേ പ്രയോറിറ്റീസ് കൂടുതൽ അവർക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മൂത്ത കുട്ടിയാണ് എന്നുള്ള രീതിയിൽ കുറേ കൺസേൺസ്, എന്തെങ്കിലും കാര്യം പറയുമ്പം അവൾ പറയുന്ന അനുസരിക്കണം, മീൻസ് മൂത്ത കുട്ടി പറയുന്ന അനുസരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഇളയ ആളുടെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും കാര്യം പറയുമ്പം അവൻ കുഞ്ഞല്ലേ, അവൻ പറയുന്നത് അങ്ങ് ചെയ്തു കൊടുത്തു, അങ്ങനെയുള്ളൊരു രീതിക്കുള്ളൊരു കോൺവെർസേഷൻസ്. ഈ രണ്ടാമത്തെ കുഞ്ഞ് വന്ന് ജനിച്ച് വീഴുമ്പം ജനിച്ച് വീഴുന്ന കുഞ്ഞിന് മുമ്പ് ഒരു കുഞ്ഞ് ആ വീട്ടിലുണ്ട്. അത് ആദ്യത്തെ കുഞ്ഞായത് കാരണം തന്നെ ആ കുഞ്ഞ് ഒരു രാജാവിനെ പോലെയാണ് ആ വീട്ടിലായിരിക്കുന്നത്. അപ്പോൾ ഒരു സിംഹാസനത്തിൽ വളരെ ആഘോഷമായിട്ട് ഇരിക്കുന്ന ഒരു കുഞ്ഞാണ് ഫസ്റ്റ് ചൈൽഡ്. അവിടേക്കാണ് സെക്കൻഡ് ചൈൽഡ് ജനിച്ച് വീഴുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ചൈൽഡിന് അവൻ്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അവൻ്റെ പ്രസൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എല്ലാവരോടും ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഈ സിംഹാസനത്തിലിരിക്കുന്ന അല്ലെങ്കിൽ രാജാവായിട്ട് വാഴുന്ന മൂത്ത കുഞ്ഞിനെ കസേരയിൽ നിന്ന് തട്ടിയിട്ടാൽ മാത്രമേ അവൻ്റെ പ്രസൻസ് പ്രൂവ് ചെയ്യാൻ പറ്റൂ. അവിടുന്ന് തുടങ്ങും ഈ മിഡിൽ ചൈൽഡ് സിൻഡ്രോത്തിലെ ആദ്യത്തെ പ്രോബ്ലം. ഒരു ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള, എൻ്റെ പ്രസൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന, എല്ലാവരുടെയും ശ്രദ്ധയും കൺസേണും കെയറും കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന, ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും ഈ മിഡിൽ ചൈൽഡ് വരുന്നത്. അതുതന്നെയാണ് മിഡിൽ ചൈൽഡിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും മിഡിൽ ചൈൽഡിൻ്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടാകുന്ന സാധനം ഇതാണ്. ഇതേ പ്രശ്നങ്ങൾ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവൻ വളർന്നു തുടങ്ങുമ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് തുടങ്ങുന്ന ആൾ അവൻ്റെ ഓൾ റിലേഷൻസിൽ, അവൻ്റെ അക്കാഡമിക്സിൽ, അവൻ്റെ പ്രൊഫഷണൽ ഏരിയയിൽ, അവൻ്റെ സൗഹൃദങ്ങളിൽ, അവൻ്റെ ലവ്, അറ്റൻഷൻ, അഫക്ഷനുകളിൽ എല്ലായിടത്തും ഇതേ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അവൻ്റെ റിലേഷൻഷിപ്പുകളിൽ അവൻ ആ കെയറും കൺസേണും കിട്ടിയില്ലെങ്കിൽ അവൻ ഡിസ്റ്റർബ്ഡ് ആവും. അവൻ്റെ അക്കാഡമിക്സിൽ അവന് മേളിൽ ഒരാൾ മാർക്ക് മേടിച്ചാൽ, അല്ലെങ്കിൽ അവനേക്കാളും അറ്റൻഷൻ കിട്ടുന്ന ഒരാളുണ്ടായാലും അപ്രീസിയേഷൻ കിട്ടുന്ന ഒരാളുണ്ടായാലും അവൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രം ദ വെരി ബിഗിനിങ് അവൻ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്, അവൻ അങ്ങനെയാണ് വളർന്നിരിക്കുന്നത്. ആ ഒരു ഫൈറ്റിംഗ് ആറ്റിറ്റ്യൂഡ്, ഒരു കോമ്പറ്റീറ്റീവ് ആറ്റിറ്റ്യൂഡ് എല്ലാവരോടും ഉണ്ടാവും. റിലേഷൻഷിപ്പുകളിലുണ്ടാവും, ഫാമിലിയിലുണ്ടാവും. അത് പ്രത്യേകിച്ച് ഒരു മാരിറ്റൽ സ്റ്റാറ്റസിലേക്കൊക്കെ വരുന്ന സമയത്ത് അതർ സൈഡിലുള്ള പാർട്ട്ണറുമായിട്ടുള്ള റിലേഷനിൽ പോലും ഈ പ്രശ്നങ്ങളുണ്ടാവും. കാരണം പുള്ളിക്ക് അപ്പുറത്തേക്ക് ഒരാളെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മറ്റേ ആൾക്ക് ഒരു അക്സെപ്റ്റൻസോ ഒരു പ്രയോറിറ്റിയോ കിട്ടുന്ന രീതിയിലുള്ള സാഹചര്യത്തിൽ വരുമ്പോൾ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഫൈറ്റിലായിരിക്കും പുള്ളി എപ്പോഴും പോകുക. അതേസമയം ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഈ മിഡിൽ ചൈൽഡിന് അവൻ്റേതായ ചില നന്മകളുണ്ട്. ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ അവനൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും, റിലേഷൻഷിപ്പിൽ ഇവനൊരു അക്സെപ്റ്റൻസും അപ്രീസിയേഷനും കിട്ടിയാൽ, ഒരു പരിഗണന കിട്ടിയാൽ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരാൾ മിഡിൽ ചൈൽഡ് തന്നെയായിരിക്കും. അവൻ്റെ ലവ് റിലേഷൻസും ഫാമിലി റിലേഷൻസും ഒക്കെ അവന് പരിഗണനകൾ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, ഭയങ്കരമായിട്ട് അതിൽ എൻറിച്ച് ചെയ്യും. അത് എൻജോയ് ചെയ്ത് അതിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സാധിക്കുന്നവനായിരിക്കും. അതുപോലെ സൗഹൃദങ്ങൾ എപ്പോഴും പിടിച്ചു നിർത്തുന്നത് ഗ്രൂപ്പുകളിൽ, സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഒരു ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഗ്രൂപ്പിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന ആളായിരിക്കും. അവനത് അതിൻ്റെ പ്രയോറിറ്റി അറിയാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. അവൻ അതിനെ പിടിച്ചു നിർത്താനും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും, എല്ലാവരെയും കൂടത്തിൽ നിർത്താനുണ്ട്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന മനുഷ്യനായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ അറിയപ്പെടുന്നത് പീസ് മേക്കേഴ്സ് എന്നാണ്. ഫസ്റ്റ് ചൈൽഡിനും ലാസ്റ്റ് ചൈൽഡിനും ഇടയ്ക്ക് നിന്ന് അവരുടെ പ്രശ്നങ്ങളിൽ പീസ് മേക്കറായിട്ട് നിന്ന് ശീലിച്ച ഇവൻ ഗ്രൂപ്പിലേക്ക് വരുമ്പം, ജോലി സ്ഥലത്ത് വരുമ്പം, റിലേഷൻഷിപ്പിൽ വരുമ്പം, സൗഹൃദങ്ങളിൽ വരുമ്പം, ഫാമിലിയിൽ വരുമ്പോഴും ഈ പീസ് മേക്കിംഗ് പോകും. അത് അവൻ എൻജോയ് ചെയ്യും, അവൻ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യും. അത് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, വഴക്കുകളുണ്ടായാൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായാൽ അതിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മുമ്പോട്ട് വരുന്നത് ഈ മിഡിൽ ചൈൽഡ് ആയിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ് ലിറ്ററലി മിഡിൽ ചൈൽഡ് അല്ലെങ്കിൽ പോലും ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിൽ കീപ്പ് ചെയ്തവരായിരിക്കും. അത് അവരുടെ ഒരു പോസിറ്റീവ് സൈഡാണ്. ഈ റിലേഷൻഷിപ്പിനെ വളർത്താനും കീപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കും എന്ന് പറയുന്നത് അവരുടെ ഒരു പോസിറ്റീവ് സൈഡാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും, നമ്മൾ കൂടെ ആയിരിക്കും, ഒരു മിഡിൽ ചൈൽഡിൻ്റെ കൂട്ടത്തിലായിരിക്കും, മിഡിൽ ചൈൽഡ് സിൻഡ്രോം ഉള്ള ഒരാളുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറേണ്ടതെന്ന് ചോദിച്ചാൽ അവൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ സാധനം അറ്റൻഷനും കെയറും സപ്പോർട്ടുമാണ്. ഇത് മൂന്നും കൊടുത്താൽ വളരെ ഈസി ആയിട്ട് മിഡിൽ ചൈൽഡിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം ഇവൻ ജന്മന ഫസ്റ്റ് ചൈൽഡിനും തേർഡ് ചൈൽഡിനും കിട്ടിയ പരിഗണനകളും കിട്ടിയ അറ്റൻഷനും ഇവന് കിട്ടിയിട്ടില്ല. അവനത് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്,
എപ്പോഴും അവൻ്റെ ലൈഫിൽ അത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ സൗഹൃദ സർക്കിളുകളിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവനൊന്ന് പരിഗണിക്കാൻ കഴിഞ്ഞാൽ, അവൻ്റെ കോമ്പറ്റീഷൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ, അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവൻ്റെ ഇമോഷൻസിനെ നമ്മളൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞാൽ, അതൊരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡിനെ ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് പേരൻസ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ചൈൽഡിന് ഫൈനൽ ചൈൽഡിനും കൊടുക്കുന്ന അതേ കെയർ സെക്കൻഡ് ചൈൽഡിനെ കൊടുത്താൽ, അല്ലെങ്കിൽ അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ആ ചൈൽഡ് വളർന്നോട്ടെ എന്ന് വിചാരിക്കാതെ അവനെ നമ്മൾ വളർത്തിയാൽ, അറിഞ്ഞുകൊണ്ട് അവനെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ, അറ്റൻഷൻ കൊടുത്താൽ, കെയർ കൊടുത്താൽ, സപ്പോർട്ട് കൊടുത്താൽ, പ്രോത്സാഹനം കൊടുത്താൽ, ഈ കോമ്പറ്റേറ്റീവ് മൈൻഡുള്ള കുഞ്ഞ് വളർന്നു വരുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, ഇമോഷണലി, അക്കാഡമിക്കലി ആൻഡ് ഇൻ്റലക്ച്വലി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ടിരിക്കും. ആ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം.